ഹായ്, ഇന്നത്തെ എൻ്റെ യാത്ര തൊള്ളായിരങ്കണ്ടിക്കടുത്തുള്ള മനോഹരമായ വിസിൽമുട്ട് റിസോർട്ടിലേക്കാണ് കേട്ടോ. വയനാട് കൽപ്പറ്റ മേപ്പാടി ചൂരൽമല റോഡിൽ താഞ്ഞിലോട് എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ പ്രോപ്പർട്ടിയുടെ ലൊക്കേഷൻ വരുന്നത് കേട്ടോ. നഗരത്തിലെ തിരക്കുകളിൽ നിന്നൊക്കെ മാറി കാറ്റിൻ്റെ ശബ്ദവും പക്ഷികളുടെ സംഗീതവും മാത്രം കേൾക്കുന്ന ഒരു ഫോറസ്റ്റ് ആംബിയൻസ് ഉള്ള കിടിലൻ പ്രോപ്പർട്ടിയാണ്. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് ഇവിടുത്തെ മനോഹരമായ ട്രീ ഹൗസുകൾ. മരങ്ങളുടെ ഉയരത്തിൽ നിന്ന് കാടിൻ്റെ ഭംഗി ആസ്വദിച്ചുകൊണ്ട് ഒരു ദിവസം ചെലവഴിക്കുന്നത് ജീവിതത്തിൽ മറക്കാനാവാത്ത ഒരു അനുഭവം നൽകും. രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ പക്ഷികളുടെ ശബ്ദവും തണുത്ത കാറ്റും മൂടൽ മഞ്ഞും ചേർന്ന് നല്ലൊരു അടിപൊളി അനുഭവം നിങ്ങൾക്ക് ഇവിടെ സമ്മാനിക്കും. ഈ റിസോർട്ടിൻ്റെ മറ്റൊരു പ്രത്യേകത 6 ഏക്കറോളം വ്യാപിച്ചു കിടക്കുന്ന ഫോറസ്റ്റ് ആംബിയൻസ് ആണ്. ചെറിയ നടപ്പാതകളിലൂടെ നടക്കുമ്പോൾ ഓരോ ഭാഗവും പുതിയൊരു കാഴ്ച നമുക്ക് സമ്മാനിക്കും. ഫോട്ടോഗ്രാഫിക്കും വീഡിയോ ഷൂട്ടിനൊക്കെ പറ്റിയ ഒരു അടിപൊളി പ്രോപ്പർട്ടിയാണ് കേട്ടോ. നമുക്ക് ഫാമിലി ആയിട്ടോ കപ്പിളായിട്ടോ ഒക്കെ എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി പ്രോപ്പർട്ടിയാണ് കേട്ടോ. 4 ട്രീ ഹൗസാണ് ഇവിടെ ഉള്ളത്. അതിൽ 2 റൊമാൻറ്റിക് ഹട്ട് എന്ന് പറയുന്ന കാറ്റഗറി ഉണ്ട്. അത് കുറച്ച് സ്പേഷ്യസ് ആണ്. അതുപോലെ 4ഉം നല്ല ഹൈജീനിക്കാണ്. ബാത്റൂം ആണെങ്കിലും റൂംസ് ആണെങ്കിലും. വയനാടിൻ്റെ പ്രകൃതി അടുത്തറിഞ്ഞ് കാടിൻ്റെ നടുവിൽ ഒരു ദിവസം സ്റ്റേ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ പ്രോപ്പർട്ടി അടിപൊളിയാണ്. ഓരോ ട്രീ ഹൗസിനും നല്ല ഡിസ്റ്റൻസിലാണ് ഇവർ സെറ്റ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നല്ല പ്രൈവസിയാണ് കേട്ടോ ഇവിടെ. ട്രീ ഹൗസ് ആണെങ്കിലും അതുപോലെ സ്റ്റാൻഡേർഡ് റൂം കാറ്റഗറി ആണെങ്കിലും എല്ലാത്തിനും നല്ല പ്രൈവസിയോടെയാണ് ഇവർ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇതാണ് ഇവിടുത്തെ റൊമാൻറ്റിക് ഹട്ട് കാറ്റഗറി ട്രീ ഹൗസ് കേട്ടോ. ഇവിടുത്തെ ഈ ആംബിയൻസ് പക്ക ഒരു ഫോറസ്റ്റിൽ താമസിക്കുന്ന ഒരു ഫീൽ നമുക്ക് തരും. ഇവിടേക്ക് എത്തുന്ന നിമിഷം തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കും ഇതൊരു റിസോർട്ട് മാത്രമല്ല, പ്രകൃതിയെ അതേപടി അനുഭവിക്കാൻ കഴിയുന്ന ഒരു സ്ഥലമാണ്. ഇവിടുത്തെ ഓരോ വഴികളും ഓരോ ട്രീ ഹൗസും അതുപോലെ ഈ റിസോർട്ടിൻ്റെ ബാക്കിയുള്ള റൂംസും എല്ലാം കാടിൻ്റെ ഭംഗി നഷ്ടപ്പെടുത്താതെ ഒരുക്കിയതാണ്. ചുറ്റും നോക്കിയാൽ കോൺക്രീറ്റിൻ്റെ കാഴ്ചകളേക്കാൾ കൂടുതൽ കാണുന്നത് മരങ്ങളും പച്ചപ്പും മാത്രം. അതുകൊണ്ട് വയനാട്ടിലേക്ക് ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ പ്രകൃതിയുടെ മടിത്തട്ടിൽ കുറച്ച് സമയം ചെലവഴിക്കാനായി ഈ റിസോർട്ട് നിങ്ങളുടെ ലിസ്റ്റിൽ എന്തായാലും ഉൾപ്പെടുത്തണം. റൊമാൻറ്റിക് ഹട്ട് കാറ്റഗറിയിലുള്ള ഈ റൂമാണിത്. ഇവിടെ നിന്നുള്ള റൂംസ് ആണെങ്കിലും നല്ല ഹൈജീനാണ്. അതുപോലെ ഇവിടുന്ന് ബാൽക്കണിയിൽ നിന്നുള്ള വ്യൂ ഒരു രക്ഷയില്ല. ഇവിടെ നമുക്ക് ഗ്രില്ലിംഗ് ഫെസിലിറ്റി, ക്യാമ്പ് ഫയർ, അതുപോലെ കിഡ്സിനായി ചെറിയൊരു പ്ലേ ഏരിയ, നല്ല പൂള്, ഇതെല്ലാം ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ. നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ ഇവിടെ എത്തുന്ന ഓരോ നിമിഷവും നിങ്ങൾക്ക് എന്തായാലും ആസ്വദിക്കാൻ പറ്റും. ഇവിടുത്തെ ട്രീ ഹൗസിലൊക്കെ എത്തിയപ്പോൾ എനിക്ക് എൻ്റെ ചെറുപ്പകാലമാണ് ഓർമ്മ വന്നത് കേട്ടോ. മരത്തിന് മുകളിൽ ഒരു വീടുണ്ടാക്കി എന്തായാലും നമ്മൾ താമസിക്കണം എന്നൊക്കെ വിചാരിക്കുമല്ലോ. പക്ഷേ ഇവിടെ അത് വെറും ഒരു സ്വപ്നമല്ല, ശരിക്കും ജീവിച്ചറിയാൻ പറ്റുന്ന ഒരു അടിപൊളി അനുഭവമാണ്. ഏകദേശം ഈ പ്രോപ്പർട്ടിയിൽ 35ഓളം പേര് സ്റ്റേ ചെയ്യാൻ പറ്റും കേട്ടോ. അതുകൊണ്ടൊരു ഫാമിലി ഗെറ്റ് ടുഗദറിനൊക്കെ പറ്റിയ ഒരു അടിപൊളി പ്രോപ്പർട്ടിയാണ്. ഈ റിസോർട്ടിൻ്റെ സറൗണ്ടിങ്ങിൽ തന്നെ ഏകദേശം ഒരുപാട് ടൂറിസ്റ്റ് പ്ലേസുകളുണ്ട് കേട്ടോ. നമ്മുടെ തൊള്ളായിരങ്കണ്ടി ഗ്ലാസ് ബ്രിഡ്ജ്, അതുപോലെ സിപ്പ് ലൈന്, സൂചിപ്പാറ വാട്ടർഫാള്, അട്ടമല ഗ്ലാസ് ബ്രിഡ്ജ്, അട്ടമല വ്യൂ പോയിൻറ്റ്, അങ്ങനെ ഒരുപാട് ടൂറിസ്റ്റ് പ്ലേസുകൾ ഈ റിസോർട്ടിൻ്റെ സറൗണ്ടിങ്ങിൽ തന്നെയുണ്ട്. ഇവിടുത്തെ പച്ചപ്പും മരങ്ങളും അതുപോലെ നിലനിർത്തിക്കൊണ്ടാണ് ഓരോ ട്രീ ഹൗസും സെറ്റ് ചെയ്തിട്ടുള്ളത്. അതുപോലെ സ്റ്റാൻഡേർഡ് റൂം ആണെങ്കിലും അതേപോലെ തന്നെ സെറ്റ് ചെയ്തിട്ടുള്ളത്. പോകുന്ന വഴിയൊക്കെ നല്ല അടിപൊളിയാണ്. ഫോട്ടോഗ്രാഫിയൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് അതിന് പറ്റിയൊരു പ്രോപ്പർട്ടിയും കൂടിയാണ് കേട്ടോ. എവിടെ നോക്കിയാലും നല്ല ഫ്രെയിം. വയനാട്ടിലേക്ക് ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നവരാണെങ്കിൽ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ. ഇതുപോലെ ഹിഡൻ ആയിട്ടുള്ള ഒരുപാട് പ്രോപ്പർട്ടികളും ഹിഡൻ പ്ലേസസുകളും ഒക്കെ അറിയാൻ പറ്റും നമ്മളെ ഈ ചാനലിലൂടെ. അതുപോലെ ഇതുപോലെയുള്ള റിസോർട്ടൊക്കെ ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. നമ്മളെ വിളിക്കാൻ മറക്കണ്ട. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഇവിടുത്തെ സ്റ്റാൻഡേർഡ് റൂംസ് ആണ് കേട്ടോ. ഏകദേശം ഒരു ബിൽഡിങ്ങിൽ 4 റൂമായിട്ടാണ് ഇവർ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഒരു ഫാമിലി ആയിട്ട് ഒരു 15 പേരൊക്കെ ഒരുമിച്ച് വരികയാണെങ്കിൽ ഈ ഒറ്റ ബിൽഡിംഗ് എടുത്താൽ ഇവിടെ സുഖമായിട്ട് സ്റ്റേ ചെയ്യാൻ പറ്റും. പിന്നെ ഒരു കിഡ്സ് പ്ലേ ഏരിയ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടുത്തെ ഏത് ഏരിയ നോക്കിയാലും നല്ല പച്ചപ്പാട്ടോ.
അതുപോലെ ക്യാമ്പ് ഫയറിനുള്ള ഏരിയ സെപ്പറേറ്റ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ പ്രോപ്പർട്ടിയിലേക്ക് വരുന്ന വഴികൾ തന്നെ അടിപൊളിയാണ് കേട്ടോ. ഇരുവശങ്ങളും തേയിലത്തോട്ടങ്ങളും പച്ചപ്പും എല്ലാം കൊണ്ടും ഒരു അടിപൊളി യാത്രയും കൂടി നിങ്ങൾക്ക് സമ്മാനിക്കും. സ്റ്റാൻഡേർഡ് റൂമിൻ്റെ ഉൾവശമാണ് കേട്ടോ. നല്ല ഹൈജീനിക്കായിട്ട് അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള റൂംസ് തന്നെയാണ്. ഇതുപോലെയുള്ള 4 റൂംസ് ഇവിടെ ഈ ഒറ്റ ബിൽഡിങ് തന്നെയുണ്ട് കേട്ടോ. ഇവിടുത്തെ ബാൽക്കണിയിൽ നിന്നും നല്ല വ്യൂ ആണ്. 900 കണ്ടിക്ക് അടുത്താണ് ഈ പ്രോപ്പർട്ടി വരുന്നത്. ഈ 900 കണ്ടി ഏരിയയ്ക്ക് എന്ന് വെച്ചാൽ വയനാട്ടിലെ ഏതൊരു സമയത്തും നല്ല അടിപൊളി ഒരു ക്ലൈമറ്റ് കിട്ടുന്ന ഏരിയയാണ് 900 കണ്ടി. അതുപോലെ സൂചിപ്പാറ ഏരിയ, പിന്നെ ഈ ഏരിയകളിൽ ഒരുപാട് തേയിലത്തോട്ടങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് യാത്ര ചെയ്യാൻ തന്നെ നല്ല അടിപൊളിയാണ്. ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത, ഈ പ്രോപ്പർട്ടിയിലെ ഏതൊരു കാറ്റഗറി റൂംസിലാണെങ്കിലും, അതായത് ട്രീ ഹൗസിലാണെങ്കിലും, അവിടെ നമുക്ക് നമ്മുടെ സ്വന്തം വാഹനങ്ങളിൽ അവിടെ എത്താൻ പറ്റും. അതുവരെ ഓരോ ട്രീ ഹൗസിൻ്റെ ഫ്രണ്ടിലേക്കും ഇവർ റോഡ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഫാമിലിക്ക് നല്ല ഒരു ഓപ്ഷനാണ് ഈ സ്റ്റാൻഡേർഡ് റൂംസ് ഒക്കെ. അതായത് ഒരു ചെറിയ ഫാമിലിക്കൊക്കെ സെറ്റായിട്ട് നിൽക്കാൻ പറ്റിയ റൂംസാണ് സ്റ്റാൻഡേർഡ് റൂംസ്. അതുപോലെ നല്ലൊരു വ്യൂ കിട്ടുന്ന പൂളും ഇവരുടെ അടിപൊളി ഏരിയയിൽ, ഈ റിസോർട്ടിൻ്റെ അടിപൊളി ഏരിയയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഏകദേശം എല്ലാ റിസോർട്ടിൽ പോയാലും എല്ലാവരും നല്ലൊരു പൂളാണ് നോക്കുക. അതുപോലെ ഹൈജീനായിട്ട് കിഡ്സിനൊക്കെ ഒരു ഏരിയ സെറ്റ് ചെയ്തിട്ട് നല്ല വ്യൂ കിട്ടുന്ന ഒരു സ്വിമ്മിംഗ് പൂൾ തന്നെയാണ് കേട്ടോ ഇത്. കിഡ്സിനായിട്ടൊരു ചെറിയ ഏരിയ അവർ ഈ പൂളിൻ്റെ സൈഡിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. വയനാട് വരുമ്പോൾ പ്രകൃതി അടുത്തറിഞ്ഞ് സ്റ്റേ ചെയ്യാനൊക്കെ ആഗ്രഹിക്കുന്നവർ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടാൻ മറക്കണ്ട. ഒരുപാട് റിസോർട്ടിൻ്റെയും ഒരുപാട് ഹിഡൻ ആയിട്ടുള്ള സ്റ്റേക്കേഷൻ്റെയൊക്കെ വീഡിയോ ഞങ്ങളിടും. പോകുന്ന വഴി 900 കണ്ടിക്കടുത്തുള്ള കള്ളാടിപ്പുഴയിൽ ഇറങ്ങി ഒരു വീഡിയോ ഒക്കെ എടുത്തിരുന്നു. മഴയൊക്കെ പെയ്ത് നല്ല അടിപൊളിയായിട്ടാണ് ഇപ്പോൾ കള്ളാടിപ്പുഴ ഒഴുകുന്നത്. അങ്ങനെ വിസിലിംഗ് റിസോർട്ടിൻ്റെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നു. അടുത്ത ഒരു മനോഹരമായ യാത്രയുമായി വീണ്ടും കാണാം.